ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പലപ്പോഴായിട്ടിപ്പോൾ ഇറാൻ ജനതയെ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ സിറ്റിസൻസിനെ മാത്രം ഇങ്ങനെ പലപ്പോഴായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവരെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1970-കൾക്ക് മുമ്പ്, അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ മുല്ലപ്പൂ വിപ്ലവം ഇറാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു. കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത വളരെ സൗഹാർദ്ദപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായിരുന്നത്. ഷാ ഭരണകൂടത്തിന്റെ കീഴിൽ വളരെ മികച്ച നിലവാരം പുലർത്തിയിരുന്ന ഒരു ജനതയായിരുന്നു ഇറാനിയൻ. നമുക്കറിയാം, ഇന്നത്തെ ഇറാനാണ് പണ്ടത്തെ പേർഷ്യ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ആൾക്കാര് പേർഷ്യക്ക് പോകുക എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. കാരണം അത്രയധികം സമൃദ്ധവും അത്രയധികം അഭിവൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഈ പേർഷ്യ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇറാൻ. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെ അധികം ജീവിത നിലവാരം ഉണ്ടായിരുന്ന ഒരു ജനമാണ്. നന്നായി തന്നെ ജീവിക്കുന്ന, ഏതൊരു പാശ്ചാത്യ രാജ്യത്തിനോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്ന ഒരു നല്ല രാജ്യം. ഭൂവിസ്തൃതിയിലും വളരെ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. എല്ലാം കൊണ്ടും നല്ല ഒരു രാജ്യത്തെ ആയത്തുള്ളമാരുടെ ഭരണം എന്നായി ഇറാന്റെ മണ്ണിൽ വന്നുവോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിപ്ലവം ഈ ഇറാന്റെ മണ്ണിൽ വന്നതോടുകൂടിയാണ് ഇറാൻ ഇന്ന് നാം ഈ കാണുന്ന അവസ്ഥയിലേക്ക് അധംപതിച്ചു പോയത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇറാനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ്. ഒരുപാട് സാങ്ഷൻസും ഒരുപാട് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ദയനീയമായ ഒരു സാഹചര്യമാണ്. അവർക്ക് ഒരുപാട് എണ്ണ സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും കൃത്യമായിട്ട് അതവരുടെ വരുമാനമാക്കി മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ ആഗോള തലത്തിലുള്ള അവർക്ക് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാങ്ഷൻസ്, അതുമൂലം അവർക്ക് സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി കഴിയുന്നില്ല. അതിപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ്, ഇറാന്റെ നാണയ മൂല്യം കുറഞ്ഞിരിക്കുന്നു. അത് വളരെ എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ വൈദ്യുതിയുടെ ഇല്ല എന്നല്ല, വൈദ്യുതിയുടെ വളരെയധികം ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഇറാനിൽ നിന്നുകൊണ്ട് ഒരു ഇക്കാക്ക, പുള്ളി ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിരുന്നു. കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഇസ്രായേലി പ്രേമികളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഇറാൻ ഇരുട്ടിലാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ട്രോളിക്കൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചു, ശരി, ഇദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ആക്ച്വലി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയൊരു ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട്, കാരണം ഇദ്ദേഹം ഏതോ വെളിച്ചോ വെട്ടോ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് വീഡിയോ ചെയ്തു. അത് മൊത്തം ഇറാന്റെ ഒരു മൊത്തത്തിലുള്ളൊരു വീക്ഷണമായിട്ടോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു ആകെത്തുകയായിട്ടോ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ ഇക്കാക്കനോട് പറയാനുള്ളത്, ഇക്കാക്ക, ഇറാനിലെ ജനങ്ങളോട് ഇവിടുത്തെ ഒരു ആൾക്കും അവരോട് അവമതിപ്പോ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യം ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്നവർ ഇറാനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ ഭരണകൂടത്തെ അവരുടെ ആ ഒരു തീവ്രവാദ മനോഭാവവും അവർ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ലോക ജനത ഇറാന്റെ ഈ ഒരു ഇറാൻ എന്നുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ട്
രംഗത്ത് വരാൻ കാര്യം അതൊരിക്കലും ജനങ്ങളല്ല. അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഇറാൻ സർക്കാരിന് എതിരാണെന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പൊ അങ്ങനെ മുല്ലപ്പൂ വിപ്ലവത്തിന് മുമ്പ് ഒരു നല്ല രാജ്യം, നമുക്കറിയാം, ഇത് ബൈബിളിൽ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മേദ്യ പാർസ്യ എന്നറിയപ്പെടുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ അതിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഈ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഈ മേദ്യ പാർസ്യ എന്ന് പറയുന്ന രണ്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഭരണ സംവിധാനമായിരുന്നു. നമുക്കറിയാം ബൈബിളിൽ ഒരു നാല് സാമ്രാജ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ബാബിലോൺ സാമ്രാജ്യമാണ്. ഈ ബാബിലോൺ സാമ്രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, ബാബിലോൺ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അത് സ്വർണം കൊണ്ട് എന്ന് വെച്ചാൽ അത്രയധികം മൂല്യമുള്ള, അത്രയധികം കരുത്തുറ്റ ഒരു ബൃഹത്തായ സംസ്കാരമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ഈ ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വന്നതാണ് മേദ്യ പാർസ്യ എന്ന് പറയുന്നത്. ഈ മേദ്യ പാർസ്യ ഈ സാമ്രാജ്യം വരികയും ഈ സാമ്രാജ്യത്തിന് കീഴിൽ ഇസ്രായേൽ ജനമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, ക്യാപ്റ്റീവായിട്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ മേദ്യ പാർസ്യ ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കോരേഷ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തലവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ വേർഡാണ് ഉപയോഗിക്കാൻ ഏറ്റവും ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കോരേഷിനെ പറ്റി ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്. കോരേഷോ അവൻ എൻ്റെ ഇടയനാകുന്നു എന്ന്. അപ്പൊ കോരേഷിനെ പറ്റി കൃത്യമായി പറയുന്നു. കോരേഷ് ഇസ്രായേൽ ജനത്തിനെ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നതും ആലയം പണിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ദീർഘകാലത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഭരണ പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹ സമ്പന്നരായിരുന്ന ഒരു ഇറാനിയൻ ജനത്തിന്റെ അവസ്ഥ എന്നെന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഈ 70കൾക്ക് മുമ്പിൽ ജനിച്ച പലരും ഇന്ന് ഇവരുടെ ഓൾഡ് മെമ്മറീസ് ഒക്കെ പലപ്പോഴും ഇവരുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട്, അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഇറാനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുന്ന ഒരു ലോസ്റ്റ്, നമുക്ക് പറയത്തില്ലേ, നമുക്കൊരു നഷ്ടബോധം ഉണ്ടാകുക എന്ന് പറയത്തില്ല, ഫിയർ ഓഫ് ലോസ്റ്റ്. അങ്ങനെയുള്ള ഒരു വൈകാരികമായ ഒരു തീവ്രത ഇറാനിയൻ ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഇത് അവരിൽ വളരെയധികം വലിയ സ്വാതന്ത്ര്യ ബോധം അവരും ആഗ്രഹിക്കുന്നു. അവരുടെ മുതുമുത്തച്ഛന്മാരും മുത്തശ്ശിമാരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇറാന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവർക്ക് കടന്നു പോകണം എന്നുള്ള വലിയ ആഗ്രഹം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ അതൊക്കെ അവരിലേക്ക് വലിയൊരു സ്വാതന്ത്ര്യ ബോധവും, അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഈ മത തീവ്രവാദ ഭരണകൂടത്തിന്റെ പീഡനങ്ങൾ സഹിച്ച് ഗതികെട്ട ഇവർക്ക് ഈ ഒരു ഭരണകൂട സംവിധാനത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള ഒരു പദവി, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലേക്ക് ഇറാൻ ജനത്തെ ഞങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ ഭരണകൂടം ജനത്തെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യ ആവിഷ്കാരങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്നു. ഹിജാബിന്റെ പേരിലും മതത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടിന്റെ പേരിലും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും ഇറാൻ ജനതയ്ക്കെതിരല്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ
ഇറാന്റെ ഈ ഒരു തീവ്രവാദ റെജീമിന് എതിരാണെന്ന്. കാരണം എന്തുകൊണ്ടെന്നാൽ മിഡിൽ ഈസ്റ്റിലെ കേഴ്സ്, ശാപമാണ് ഇറാൻ എന്ന് അദ്ദേഹം UN കൊടുത്ത പ്രസംഗത്തിൽ ഇറാന്റെ മാപ്പെടുത്ത് ഉയർത്തിക്കൊണ്ട് പറയുകയുണ്ടായി. വാസ്തവമായിട്ടും അതങ്ങനെയല്ലേ എന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിന്റെ അശാന്തിക്കും അസ്ഥിരതയ്ക്കും കാരണം ഇറാന്റെ ഭരണകൂടമാണെന്ന് വളരെ വ്യക്തമാണ്. സിറിയയിലും ലെബനനിലും പാലസ്തീനിലും അതേപോലെ യമനിലും ഇറാഖിലും എവിടെയെല്ലാം തങ്ങളുടെ തീവ്രവാദത്തിന്റെ ശൃംഖലകളെ വളർത്തിക്കൊണ്ട് തങ്ങളാണ് ലോകത്തിലെ മത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ലീഡർഷിപ്പ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമാണ് പലപ്പോഴും അത് ജൂതവിരോധമായിട്ടും അത് സുന്നി വിരോധമായിട്ടും സുന്നികളെ ആകർഷിച്ചുകൊണ്ട് ജൂതനെ അടിച്ചാൽ സുന്നികൾക്ക് ഇഷ്ടപ്പെടും, ജൂതനെതിരെ വിരോധം സ്ഥാപിച്ചാൽ അത് ഷിയാക്കളുടെ എണ്ണം കൂട്ടാൻ കഴിയുമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും തൊട്ട അയൽവക്ക രാജ്യങ്ങളായ സുന്നി രാജ്യങ്ങൾക്ക് വളരെയധികം തലവേദനയാണ് ഉണ്ടാക്കുന്നത്. നിരന്തരമായ വർഷങ്ങളോളം 10 വർഷത്തിലധികമായിട്ട് നമുക്കറിയാം സൗദി അറേബ്യയും യമനിലെ ഹൂതികളുമായിട്ട് സംഘട്ടനമുണ്ടായിരുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ യുദ്ധത്തിലൂടെ മരിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അശാന്തി എവിടെയും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പ് വരെയും എടുത്തുപയോഗിക്കുന്നുണ്ടായിരുന്നു. അവര് ഈ തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പണവും സമയവും അധികാരവും ഒക്കെ ചെലവഴിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതെല്ലാം ഒരു ജനതയുടെ അവരുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വിനിയോഗിക്കേണ്ട പണവും സമയവും അധികാരങ്ങളും രാജ്യത്തിന്റെ റിസോഴ്സസും അവർ തീവ്രവാദത്തിന്റെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ തീവ്രവാദത്തെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെതിരെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട പണം എടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ തീവ്രവാദം വളർത്താൻ വേണ്ടി ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും ഒക്കെ കൊടുത്തുകൊണ്ടും ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ തീവ്രവാദത്തിന് വേണ്ടുന്ന പരിപാടികൾ ചെയ്ത് ഒപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ഇറാനിലെ ജനങ്ങൾ പലപ്പോഴും നല്ല വിദ്യാഭ്യാസമോ അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരമോ ഒന്നും കിട്ടാതെ പലപ്പോഴും ഒരു ദരിദ്രമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. ഇതൊക്കെ വളരെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ചോദ്യം ചെയ്യുന്നവനെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇറാനിലെ മതകാര്യ പോലീസും അവിടുത്തെ പട്ടാളമൊക്കെ ചേർന്നുകൊണ്ട് ആ ജനത്തെ പീഡിപ്പിക്കുകയാണ്, കാലാകാലങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എംഫസൈസ് ചെയ്ത് പറയുന്നു, നിങ്ങളുടെ ഈ ഭരണകൂടം ഒരു ശാപമാണ്. ഈ ഭരണകൂടം ഇറാന്റെ ജനത്തിന്റെ ക്ഷേമമല്ല അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഭരണവും അധികാരവും നിലനിർത്തുവാൻ വേണ്ടിയിട്ട് തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ആ ജനത്തെ അഭിസംബോധന ചെയ്തും അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇറാനിലെ ജനത്തെ മാത്രം ഈ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക്. നമുക്കറിയാം സിറിയ, ലെബനൻ, യമൻ, സ്വയംഭരണ പ്രദേശമായിട്ടുള്ള പാലസ്തീൻ, ഇവിടുത്തേക്ക് ജനങ്ങളാണ് ഇസ്രായേലുമായിട്ടുള്ള സംഘട്ടനങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള മിലീഷ്യാസ്, ഇറാന്റെ മിലീഷ്യാസ്, പ്രോക്സിസ്, അവരുമായിട്ട് ഇസ്രായേൽ പലപ്പോഴും സംഘട്ടനത്തിൽ ഏർപ്പെടാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് തീവ്രമായ യുദ്ധവും അതിനോടനുബന്ധിച്ചുള്ള കാഷ്വാലിറ്റീസും ആ നാടുകളിൽ സംഭവിക്കുന്നെങ്കിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഇവിടുത്തെ ജനങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്
എൻ്റെ യുക്തിയിൽ നിന്നും പറയാൻ വേണ്ടി സാധിക്കുന്നത്, പാലസ്തീനിലെ മെജോറിറ്റി ജനങ്ങളും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അനുകൂലിച്ചവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു സംഘടനയ്ക്ക് ഒരിക്കലും അവിടെ വളർന്ന് വേര് പിടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതൊന്നാമത്തെ റീസൺ ആണ്. അപ്പൊ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജനത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇതൊന്നും കാണാതെ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല. വ്യക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഈ ഇറാൻ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് സംസാരിച്ചത്. അത് നമ്മൾക്ക് പാലസ്തീനിൽ കാണുന്നില്ല, വെസ്റ്റ് ബാങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല, അതേപോലെ തന്നെ യമനിലോ അല്ലെങ്കിൽ ലെബനിലോ സിറിയയിലോ ഒന്നും നമുക്ക് ഇത്തരം ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇവിടെയൊക്കെ ഉള്ള ജനങ്ങൾ അവർ തീവ്രവാദികൾക്ക് ഒളിത്താവളം ഒരുക്കിക്കൊണ്ട് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു രാജ്യമാണ്. പക്ഷേ അതിൽ നിന്നും നേരെ വിഭിന്നമാണ് ഇറാനിലെ കാര്യങ്ങൾ. തീവ്രവാദത്തെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആണെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരാണ്. അപ്പോൾ ഇസ്രായേലിനും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും അറിയാം, അഭിസംബോധന ചെയ്യേണ്ട സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം ഇറാനിലുണ്ട്. അത് മെജോറിറ്റിയാണ്, മൈനോറിറ്റി അല്ല, മെജോറിറ്റിയാണ്. അവിടെ ഒരു മൈനോറിറ്റി വിഭാഗം മാത്രമേ ഉള്ളൂ ഈ ആയത്തുള്ള അൽ ഖമീനി അവരുടെ ഭരണ സംവിധാനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനെ ന്യായീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പലപ്പോഴും ഇറാന്റെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതിന് തുല്യമായിട്ട് അത്തരം ഒരു സാഹചര്യത്തിന്റെ വക്കിൽ വന്ന് എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും അവിടുത്തെ ഭരണം റജീം താഴെ വീഴും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: ഇറാൻ ജനതയെ ഇറാൻ ഭരണകൂടം വളരെയധികം ഭയക്കുന്നു. അത് ഒരുപക്ഷെ ഇസ്രായേലിനെ ഭയപ്പെടുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇറാൻ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തമായ നീക്കങ്ങളിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ നയിക്കുന്ന ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആയത്തുള്ള അൽ ഖമീനി, അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ ഇവർ തൂത്തുവാരി എറിയും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇറാനിലെ ജനവും അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ജനസമൂഹം ഇപ്പം വലിയൊരു വിസ്ഫോടനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന് തുല്യമായിട്ടാണ് ആ ജനം ഇന്നുള്ളത്.